എല്ലാവർക്കും 74ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഇന്ന് നാം എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണെന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന ദിനമാണ്. ഈ ദിനത്തിനെ നമുക്ക് മുൻപേ സഞ്ചരിച്ച ചരിത്രത്തിൽ അറിയപ്പെട്ടവരും അറിയപ്പെടാതെ പോയവരുമായ അനേകം ഇന്ത്യക്കാരുടെ രക്തത്തിന്റെ വിയർപ്പിന്റെ വിലയുണ്ട്. വെള്ളക്കാരന്റെ ബൂട്ടിനു താഴെ ഞെരിഞ്ഞമരുമ്പോഴും അവർ പറഞ്ഞത് ഇതായിരിക്കാം: ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിലും വി ആർ ഡെഡിക്കേറ്റിംഗ് അവർ ലൈഫ് ഫോർ ഫ്യൂച്ചർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എന്നാൽ യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അഴിമതിയുടെയും അക്രമവും അസമത്വവും കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്നും തകർക്കപ്പെടുന്നു. പത്രത്താളുകളിലെ അത്തരം വാർത്തകൾ നമുക്ക് അന്യമല്ല. അതിനാൽ നാളത്തെ വാഗ്ദാനങ്ങളായ നമുക്ക് സ്വതന്ത്രയായ ഇന്ത്യയെ പടുത്തുയർത്താം. On 15th August 2020, India is celebrating its 74th Independence Day, and we are proud to say that we earned our freedom 73 years back, which was by an act passed by British Parliament, and we were the first to get independence through the act, which is a mark of respect. So this day teaches us about the power of unity among Indians and how it can strengthen our nation. So I wish you all a very happy Independence Day. Thank you. वन्दे मातरम् वन्दे मातरम् सुजलां सुफलां मलयज शीतलां सस्यश्यामलां मातरम् वन्दे वन्दे मातरम् शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमितद्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरम् वन्दे मातरम् वन्दे मातरम् सबको मेरा प्रणाम। आज हम भारतीय स्वतंत्रता का 75 वर्ष मना रहा है। हमारे पूर्वजों ने अत्याचार की दुनिया से छुटकारा पाने के लिए आज़ादी से लड़ाई लड़ी। हमें उनके बलिदानों और उपलब्धियों की स्मृति को भूलना नहीं चाहिए। आज की चुनौतियां अलग हैं। हम महामारी, उग्रवाद आदि से खतरों का सामना करते हैं। जैसे कि प्रधानमंत्री ने कहा कि हमें अपने आत्मनिर्भर भारत को आगे बढ़ाने के लिए खुद को उन्नत करना होगा। आज हम गौरवशाली स्वतंत्र राष्ट्र हैं। अब शांति, समृद्धि और उद्देश्य की रीति से हमारे भविष्य को लिखने का समय है। धन्यवाद। जय हिंद। മാന്യസദസ്സിന് വന്ദനം. രാജ്യത്തിന്റെ 74ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജീവൻ നൽകിയ മഹാന്മാരായ ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങൾ ഓർക്കേണ്ട ഒരു ദിവസമാണിത്.
സ്വാതന്ത്ര്യദിനം തീർച്ചയായും ആഘോഷിക്കപ്പെടാനുള്ളതാണ്. എന്നാൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നീറ്റൽ കൂടി പടരുന്നുണ്ട്. 2020 ജൂൺ 17-നാണ് ചൈനീസ് പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ 20 പട്ടാളക്കാർ ലഡാക്കിൽ വെച്ച് വീരമൃത്യു വരിച്ചത്. ഈ ജവാന്മാർക്ക് ആദരവർപ്പിച്ചുകൊണ്ടാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ച മഹാത്മാഗാന്ധി, ചന്ദ്രശേഖർ ആസാദ്, ബാലഗംഗാധർ തിലക് എന്നിവരോടൊപ്പം ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അവസരം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെനഡി എപ്പോഴും പറയുമായിരുന്നു, രാഷ്ട്രം നിങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടി എന്തു ചെയ്തു എന്ന് ചിന്തിക്കുക. ഐശ്വര്യപൂർണമായ നവഭാരതം കെട്ടിപ്പടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ജാതി, മത, വർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ന് ഇന്ത്യക്കുള്ളിൽ താണ്ഡവമാടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരതയോടെ നേരിടുവാനുള്ള ശക്തി ജഗദീശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. नमस्ते। जैसे हम सब जानते हैं कि कल स्वतंत्रता दिवस है। 1947 से लेकर हर साल 15 अगस्त को हम स्वतंत्रता दिवस मनाते आए हैं। इस दिन हमें बहुत ही सालों की गुलामी के बाद आज़ादी मिली थी। हर साल हम इस त्योहार को बड़े ही धूमधाम से मिलजुल कर मनाते आए हैं। लेकिन जैसे हम सब जानते हैं कि इस साल पूरी दुनिया कोरोना जैसी महामारी से लड़ता आ रहा है और हम सब अपने घरों में सीमित हो रहते हैं। लेकिन जब भी हम स्वतंत्रता दिवस के बारे में सोचते हैं तो हमारे दिलों में बहुत ही देश प्रेम का भाव उमड़ कर आ जाता है। जैसे हम कहते हैं, दिल हमारे एक है हमारी जान, हिंदुस्तान हमारा है और हम इसकी शान। जान लुटा लेंगे अपने वतन के लिए, हो जाएंगे कुर्बान, इसलिए हम कहते हैं मेरा भारत महान। मैं आप सभी को स्वतंत्रता दिवस की हार्दिक शुभकामनाएं देना चाहती हूं और मैं ये प्रार्थना करती हूं कि पूरी दुनिया जल्द से जल्द कोरोना जैसी महामारी से बचकर बाहर निकले। धन्यवाद। इस स्वतंत्रता दिवस पर हम अपने देश को महान बनाने के लिए नागरिकों के रूप में अपना काम करना का वचन देते हैं। हमें अब कोरोना से आज़ाद होना है, सांप्रदायिकता से आज़ाद होना है, नफरत और अपराध से आज़ाद होना है और पूरी ताकत से यह नारा बुलंद करना चाहता हूँ। जय हिंद, वंदे मातरम, भारत माता की जय।